കസ്റ്റമറെ നമ്മളെ ബ്രാൻഡിന്റെ ഒരു ഭാഗമാക്കുമ്പോൾ അവർക്ക് നമ്മളെ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ അധികമായിട്ട് തോന്നും. ഐ വിൽ എക്സ്പ്ലെയിൻ. കസ്റ്റമേഴ്സിനെ നമ്മളെ പ്രൊഡക്റ്റിന്റെ ജേണിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ എൻഡ് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അധികമായിട്ട് തോന്നും. കാരണം അവർക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് വരേണ്ട ചാൻസ് ഉണ്ട്. നിങ്ങൾ ഐക്യ എന്ന് പറഞ്ഞ ബ്രാൻഡ് കേട്ടിട്ടില്ലേ? അവരുടെ പ്രൊഡക്ട്സ് എല്ലാം അസംബിൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ആൻഡ് അവരുടെ മാർക്കറ്റിംഗ് ശരി നടത്തിയപ്പോഴും ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഒരു കുറച്ച് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ് അസംബിൾ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ അധികമായിട്ട് തോന്നും. കാരണം അവിടെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ട്, അവർ സ്വയം ആക്കിയത് കൊണ്ട് അവിടെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ട്. സോ അവിടെ ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അധികമായിരിക്കും. ഇൻ കോണ്ടെക്സ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ഒരു സാധനം ആക്കുമ്പോൾ നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവും. ബിക്കോസ് ദേ വിൽ ഹാവ് ഫീലിംഗ് ദാറ്റ് നമ്മൾ സ്വയം ആക്കിയതാണല്ലോ, നമ്മളെ കൊണ്ട് ഇതിലാക്കാൻ പറ്റിയല്ലോ. സോ അവിടെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവും. സോ അതിന്റെ വാല്യൂവിനെക്കാട്ടി കൂടുതൽ നമ്മൾ അതിന് വാല്യൂ കൊടുക്കും. ബിക്കോസ് നമ്മൾ ആക്കിയത് കൊണ്ട് അതിനൊരു വാല്യൂ കൊടുക്കും. സോ ഈ ഒരു പ്രിൻസിപ്പിൾ മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്താണ് ദിസ്.